ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ 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 എന്തു പറ്റി മോളെ? എന്താ മോളെ? സാറേ ഒന്ന് പിടിച്ചു തന്നാട്ടെ. വയസ്സായ ഒരാളാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു കൈത്താങ്ങ് തരാൻ മനസ്സില്ലാത്ത ദുഷ്ടൻ. എടോ സിമെന്റിനൊക്കെ തീ പിടിച്ച വിലയാ. വേല കാണിച്ച് താഴെയിട്ട് ചാക്ക് പൊട്ടിക്കരുന്ന് അയാളോട് പറയണം. ഓ അതൊക്കെ അയാൾക്ക് അറിയാം സാറേ. അയ്യോ ഡോ, ദേ ചാക്ക് താഴെ വീണ് പൊട്ടി. ആ കിളവൻ എന്ത് പോക്കരുതാണോ കാണിക്കണേ? ചാക്ക് പൊട്ടിക്കരുത് ഞാൻ തന്നോട് പറഞ്ഞല്ലേ? അയാൾ മനഃപൂർവ്വം ചെയ്തതാ. എന്റെ അച്ഛന്റെ പ്രായപ്പോയി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി. ഞാനോ സാറൊന്നും മിണ്ടായിരിക്കും, ഞാൻ പോയി പറയാം. അപ്പൊ എന്റെ ചാക്കോടോ? ചാക്ക് ഞാൻ വാങ്ങിച്ചു തരാം. ഉറപ്പാണോ? ഉറപ്പാ. ആ ചെല്ല്. ഓ ഇവിടെന്നാലേ ഇവിടെന്നാ ഞാൻ ടെൻഷൻ അടിച്ച് ചാവും. എടോ സാറേ എന്താണോ ഈ കാണിച്ചത്? സാറേ കാല് തട്ടിയപ്പോ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വഴുതി താഴെ വീണതാ. അതിന്റെ ഉടമയുണ്ടല്ലോ തന്നെ തല്ലാൻ വേണ്ടി പുറപ്പെട്ടതാ. ഞാൻ കയറി പിടിച്ചോണ്ടാ. ഞാൻ ഇനി എല്ലാം ശ്രദ്ധിച്ച് ചെയ്തോളാം സാറേ. തായിനി ഇറക്കണ്ട. അയ്യോ സാറേ. എടോ ഇറക്കണ്ടെന്ന് പറഞ്ഞാൽ ഇറക്കണ്ട, അത്ര തന്നെ. മോളെ 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 എന്തു പറ്റി മോളെ? എന്താ മോളെ? എന്തു പറ്റി മോളെ? എന്താ മോളെ പറ്റിയത്? ജഗ, എന്റെ മോള്. ഏയ് ഒന്നുമില്ല. നീമോൾ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചതാ. മോളെ മോളെ
മോളെ അച്ഛൻ അച്ഛൻ മോള് വന്നേ വാ. വന്നേ. ഈശ്വരാ. മോളിറങ്ങിക്കോ. ഉറക്കം വരുന്നില്ല അങ്കിളെ. മോളെ വന്ദനെ, ഞാനൊരു ചുക്കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാം. നിരഞ്ജനൊരു തലവേദനയായിട്ട് മാറുക. ഉടനെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അവനെ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ല. വർഷേ, സോറി വർഷേ. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തു പോയത്. എന്നോട് പൊറുക്കണം. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. നീ എത്രയൊക്കെ മാപ്പ് അപേക്ഷിച്ചാലും വർഷമോളെ ഉപദ്രവിച്ചത് ഒട്ടും ശരിയായില്ല. ഭർത്താവിന്റെ അധികാരങ്ങളൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അത് സമയവും സന്ദർഭവും ഒക്കെ നോക്കി വേണം. ഗർഭിണിയായ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ തലോടൽ പോലെ ആശ്വാസം മറ്റൊന്നില്ല. അപ്പോഴാണോ തല്ലി നോവിച്ച് പൊറുക്കാനാവാത്ത തെറ്റായിപ്പോയി നീ ചെയ്തത്. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മാനത്തെ കൊട്ടാരം